സ്ക്വിഡ് റോസ്റ്റ് അതല്ലെങ്കിൽ കൂന്തൽ ഉലർത്തിയത് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 400 ഗ്രാം സ്ക്വിഡ് വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1.5 സവാള സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ തക്കാളി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, കറിവേപ്പില. പിന്നെ മസാലകൾ നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല. അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെ അളവ് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1.5 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് 2 പച്ചമുളകാണുള്ളത്. നമ്മളിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കും. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് അതും ചേർത്തു നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഇത്രയും മസാലകൾ ഞാനതിലേക്ക് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി അവസാനം നമ്മൾ ചേർക്കും. ഇപ്പോൾ കുറച്ച് മാത്രം ചേർക്കുക. പിന്നെ അതുപോലെ അവസാനം ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാലയും ചേർക്കും. അപ്പോൾ ഇത് മാത്രം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വഴറ്റി കൊടുക്കുക. വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലൊരു മണം വരുന്നവരെ, ഒന്ന് മൂത്ത് വരുന്നവരെ, മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിത് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പാകമായി. നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് ഓൾമോസ്റ്റ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തക്കാളി വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിപ്പോൾ റെഡിയായി. നമുക്കിതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ച് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മളിതിൽ ചേർക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കണം. ആദ്യത്തെ 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 5 മിനിറ്റ് കഴിയുമ്പം ഇത്രയും മോയ്സ്ചർ ഇതിൽ നിന്ന് റിലീസായിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒട്ടും ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് വേവിക്കാം. 10 മുതൽ ഒരു 12 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കറക്റ്റ് വേവായിട്ട് വരും. അതിൽ കൂടുതൽ ഇത് വേവിച്ചാൽ അത് ഭയങ്കര റബ്ബറി ആയി പോവും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ, ആ ഒരു സമയം നിങ്ങൾ നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി നല്ല ഉലർത്തിയ ഒരു പരുവത്തിൽ ഇതാക്കിയെടുക്കണം. അതിന് വേണ്ടി തുറന്ന് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം വെള്ളം ഏകദേശം വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഇനിയും ഉലർത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഗരം മസാല, പിന്നെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞു. 10-12 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് റെഡിയാവും. അതിലധികം ഇത് വേവിക്കരുത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല ചേർക്കുമ്പം അതിൻ്റെതായ ഒരു ടേസ്റ്റാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. കറിവേപ്പില ചേർത്തു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ നാടൻ ഡിഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.